ഓക്കെ, 25,000 രൂപ മുതൽ ഏതാണ്ട് 1,00,000 രൂപ വരെയുള്ള 15ഓളം ഫോണുകളാണ് ഈ മാർച്ച് മാസത്തിൽ വരാൻ പോകുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിലുണ്ടായിരിക്കും. So, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് മി വിക്കി. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 25,000 രൂപ താഴെ വരാൻ പോകുന്ന കുറച്ച് ഫോണുകൾ പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോട്ടറോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള മോട്ടറോയുടെ എഡ്ജ് 60 ഫ്യൂഷൻ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയായിരുന്നു. ഒരു ബാലൻസ്ഡ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പുതിയ വെർഷനായിട്ടുള്ള മോട്ടറോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ഈ വരുന്ന മാർച്ച് മാസത്തിൽ വരുന്നുണ്ട്. മിക്കവാറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മികച്ചൊരു ക്യാമറ ക്വാളിറ്റി തരുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും ഈ മോട്ടറോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ. 6.78 ഇഞ്ച് വരുന്ന ഒരു POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 30 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഏതാണ്ട് മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഒരു ഫോണാണ്. ഇൻഫിനിക്സിന്റെ നോട്ട് 60 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7200 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതും ഒരു 5500 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതും ഏതാണ്ട് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തൊരു ഫോൺ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ്ങിൽ നിന്നാണ്. നത്തിങ്ങിന്റെ ഫോൺ 4A എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വരാൻ പോകുന്നത്. മാർച്ച് 5-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നോർമലി നത്തിങ് ഫോണുകൾ വരുന്നത്. സോ ഇപ്രാവശ്യം അതിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ വരാൻ പോകുന്ന നത്തിങ് ഫോൺ 4Aയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ നത്തിങ് ഫോൺ 4A Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ കൂടി വരാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോട്ടോ ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും ആ ഫോൺ വരുന്നത്. സോ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നത്തിങ് ഫോൺ 3A Pro ഉണ്ടല്ലോ, അത്യാവശ്യം മികച്ചൊരു ക്യാമറ ക്വാളിറ്റി തരുന്ന ഒരു ഫോണായിരുന്നു. ഏതാണ്ട് നമ്മുടെ മോട്ടോയുടെ എഡ്ജ് 60 Pro ഉണ്ടായിരുന്നല്ല, കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടില്ല. അതിനേറ്റൊക്കെ കിടപിടിക്കുന്ന ടൈപ്പ് മികച്ച ക്യാമറ ക്വാളിറ്റി ആ ഒരു ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇതിലും വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നത്തിങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ നത്തിങ് ഫോൺ 3 ഒക്കെ ഇറങ്ങിയിട്ടുള്ള പ്രൈസിങ്. സോ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു. ഏത് പ്രൈസിങ്ങിലായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 30,000 രൂപയ്ക്ക് താഴെ വരാൻ പോകുന്ന കുറച്ച് ഫോണുകൾ പരിചയപ്പെടാം. കുറച്ചൊന്നുമില്ല, ഒരു ഫോണേ ഉള്ളൂ. പോക്കോയുടെ X8 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. 6.67 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 8500 അൾട്രയാണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 7560 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഏതാണ്ട് മാർച്ച് പകുതിയോടെ ആയിരിക്കും ഇത് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഒരു അൾട്രാ വേർഷൻ കൂടി വരുന്നുണ്ട്. അത് അടുത്ത പ്രൈസ് കാറ്റഗറി പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യൂന്റെ 15R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ലോഞ്ച് ആവുന്നത് ഫെബ്രുവരി 24-നാണ്. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് മാർച്ച് 2-നാണ്. സോ സാധാരണ ഐക്യൂ ഫോണുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അതിന് മാറ്റമൊന്നുമില്ല. നല്ല മികച്ചൊരു കിട്ടില്ല പെർഫോമൻസ് തരാൻ പോകുന്ന ഫോണാണ് കേട്ടോ. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 ആണ്. കൂടാതെ 6.5 ഇഞ്ച് വരുന്ന ഒരു 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 7600 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ്, പിന്നെ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാപിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ വലിയൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ഗെയിമിംഗ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഐക്യൂവിൻ്റെ 15R. ഓക്കെ, അടുത്ത പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 60,000. ഇവിടെ പ്രധാനമായിട്ടും 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പോക്കോയുടെ X8 Pro Max എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണിൻ്റെ ഒരു മാക്സ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന ഒരു OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. MediaTekന്റെ Dimensity 9500S ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+8+20 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 8500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഏതാണ്ട് മാർച്ച് ലാസ്റ്റോടെ ആയിരിക്കും ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഉണ്ടാവുന്നത്. അടുത്തായിട്ട് ഗൂഗിളിന്റെ Pixel 10a ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ്ട് ഒരു 50,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ നിൽക്കുന്നത്. 6.3 ഇഞ്ച് വരുന്ന ഒരു OLED ഡിസ്പ്ലേ, ഗൂഗിളിന്റെ Tensor G4 ചിപ്പ്
ചിപ്സെറ്റ്, 4800 mAh ബാറ്ററി, 30 വാട്ടിന്റെ ചാർജിങ്, പിന്നെ 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 30 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുള്ളവർ മാത്രം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ ഗൂഗിളിന്റെ പിക്സൽ സീരീസ്. അല്ലാതെ വലിയൊരു പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോൺ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത്രയും കപ്പാസിറ്റി ആ ഒരു ചിപ്സെറ്റ് ഉണ്ടായിരിക്കില്ല. സോ അത്തരം കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് നിങ്ങളൊരു ഫോൺ ചൂസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അടുത്തൊരു ഫോണാണ് OnePlusന്റെ 15T എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇന്ത്യയിലല്ല വരാൻ പോകുന്നത്, മാർച്ച് മാസത്തിൽ ചൈനയിലാണ് ലോഞ്ച് ആകാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന ഒരു LTP OLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 888 Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ ഒക്കെയാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഒരു കോമ്പാക്ട് സൈസിൽ ഒരു കിഡിലെ പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ OnePlusന്റെ 15T. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് ചൈനയിലാണ് ലോഞ്ച് ആവുന്നത്. ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അടുത്തൊരു പ്രൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 60,000 രൂപയ്ക്ക് മുകളിൽ വരാൻ പോകുന്ന ഫോണുകളാണ് ഏതാണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എന്ന് പറയാം. സോ ഈ ഒരു കാറ്റഗറിയിൽ ടോട്ടലി 5 ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐഫോണിൻ്റെ 17E എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പിന്നെ കഴിഞ്ഞ വർഷത്തെ അവരുടെ മോഡലായിരുന്ന ഐഫോണിൻ്റെ 16E വെച്ച് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ക്യാമറയിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ വലിയൊരു മാറ്റം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ മാഗ്സേഫ് സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ ആ നോച്ച് ഒഴിവാക്കിയിട്ട് ഡൈനാമിക് ഐലാൻഡ് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിവേസ് ഈ സിംഗിൾ ക്യാമറ സെറ്റപ്പ്, 60 ഹെർട്സിൻ്റെ അതേ ഡിസ്പ്ലേ, ഇതൊക്കെ വെച്ചിട്ട് ഈ ഐഫോണിൻ്റെ 17E എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ 60,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ വർത്താനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഷവോമിയിൽ നിന്നുള്ള 17 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. 6.9 ഇഞ്ച് വരുന്ന ഒരു 2K LTP AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 888 Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+200+50 മെഗാ പിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 6300 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഈ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്. ഇത് ഫെബ്രുവരി 25-നായിരിക്കും ലോഞ്ച് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. ടോട്ടലി 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. S26, S26 Plus, അതുപോലെ തന്നെ S26 Ultra. 6.9 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 888 Gen 5 ചിപ്സെറ്റ്, 5000 mAh ബാറ്ററി, 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ നോർമലി സാംസങ്ങിൻ്റെ അൾട്രാ സീരീസ് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ 4 ക്യാമറ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയിൽ നിന്നുള്ള X300 Ultra എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് വിവോയുടെ X സീരീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. 6.8 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 888 Gen 5 ചിപ്സെറ്റ്, 6500 mAh ബാറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡുവൽ 200 മെഗാ പിക്സൽ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തൊരു ഫോൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണറിൻ്റെ ആണ്. മാർച്ച് 2-ാം തീയതി ഗ്ലോബലി ഇത് ലോഞ്ച് ആവുന്നതാണ്. ഹോണർ മാജിക് V6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഫോണാണ് കേട്ടോ. 7 ഇഞ്ച് വരുന്ന ഒരു ഫോൾഡബിൾ OLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 888 Gen 5 ചിപ്സെറ്റ്, 7250 mAh ബാറ്ററി, 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50+50+50 മെഗാ പിക്സൽ വരുന്ന ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ ഇത്രയും ഫോണുകളാണ് ഈ മാർച്ച് മാസത്തിൽ വരാൻ പോകുന്നത്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഫോണുകൾ ഇനി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചാനൽ സ്പോട്ടിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.